ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വധിച്ച കേസിൽ പ്രതി മുഹമ്മദ് നിഷാം കുറ്റക്കാരനാണോ എന്ന് ഇന്നറിയാം. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് ചന്ദ്രബോസിനെ നിഷാം കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ചന്ദ്രബോസിന്റേത് അപകടമരണമെന്ന വാദമായിരുന്നു പ്രതിഭാഗത്തിന്റേത്. കഴിഞ്ഞ ജനുവരി 29 അന്ന് പുലർച്ചെയായിരുന്നു ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ ശരീരത്തിലേക്ക് മുഹമ്മദ് നിഷാമിന്റെ ആഡംബര കാർ പാഞ്ഞുകയറിയത്. അരിശമുടുങ്ങാതെ മുഹമ്മദ് നിഷാം ചന്ദ്രബോസിനെ ക്രൂരമായി മർദ്ദിച്ചു. നുറുങ്ങിയ ശരീരത്തിലെ അവശേഷിക്കുന്ന ജീവന്റെ തുടിപ്പുകൾ ഫെബ്രുവരി 16 നിലച്ചു. സമീപകാലത്ത് കേരളം ചർച്ച ചെയ്ത സമാനതകളില്ലാത്ത ക്രൂരകൃത്യമായിരുന്നു ചന്ദ്രബോസിന്റെ വധം. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ചന്ദ്രബോസെങ്കിൽ കേസിലെ പ്രതി മുഹമ്മദ് നിഷാം ഉന്നത സ്വാധീനമുള്ള വ്യവസായ പ്രമുഖൻ. ആക്രമണം നടന്ന 2 മണിക്കൂറിനുള്ളിൽ പിടിയിലകപ്പെട്ട നിസാം പിന്നീട് കാപ്പ ചുമത്തപ്പെട്ടതിന്റെ ബലത്തിൽ ഇതുവരെയും ജയിൽ മോചിതനായിട്ടില്ല. ഒന്നാം സാക്ഷി അനൂപിന്റെ തുടർച്ചയായുള്ള മൊഴിമാറ്റങ്ങൾ, പ്രതി മുഹമ്മദ് നിഷാമിന്റെ ഭാര്യ അമലിന്റെ കൂറുമാറ്റം, ആദ്യ ദിനം മുതൽ വിസ്താരം അവസാനിക്കുന്നതുവരെ കേസിൽ ഉദ്വേഗം നിറച്ചു. വിചാരണയുടെ ഒരു ഘട്ടത്തിലും കുറ്റം പൂർണ്ണമായും നിഷേധിക്കാൻ പ്രതിഭാഗം തയ്യാറായില്ല. സംഭവിച്ചത് അപകടമരണം, നിഷാം വിഷാദരോഗി, മരണകാരണം ചികിത്സാ പിഴവ് തുടങ്ങിയ വാദങ്ങളായിരുന്നു പ്രതിഭാഗത്തിന്റേത്. എന്നാൽ ചന്ദ്രബോസിന് നേരെയുണ്ടായ ആക്രമണം മുൻവൈരാഗ്യത്തെ തുടർന്നാണെന്ന നിലപാടിൽ പ്രോസിക്യൂട്ടർ CP ഉദയഭാനു ഉറച്ചുനിന്നു. 12 സാക്ഷികളും 100-ലേറെ തെളിവുകളും നിരത്തി ഇത് സ്ഥാപിക്കാനായി എന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. അതിനാൽ തന്നെ അർഹമായ ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്ന് ചന്ദ്രബോസിന്റെ കുടുംബവും സുഹൃത്തുക്കളും കരുതുന്നു. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.